ടീച്ചറെ പറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ തുടക്കത്തിൽ കുറച്ച് വൈകിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇയ്യങ്കോട് ശ്രീധരൻ എന്ന് പറയുന്ന നമ്മുടെ ലളിത അക്കാദമി ചെയർമാനൊക്കെ ഇരുന്ന വീട്ടുകാരനൊക്കെയായ അദ്ദേഹത്തിന്റെ പെങ്ങളാണ്. പിന്നെ നമ്മുടെ KKN ഗ്രൂപ്പിന്റെ സിസ്റ്ററാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ടീച്ചർ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. ആ പുസ്തകത്തില് ഈ അമ്മയുടെ സോറിയാസിസ് മാറിയ ഒരു അനുഭവം അതിൽ പറയുന്നുണ്ട്, ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആ പുസ്തകത്തിൽ പറയുന്നത് യൂറിൻ തെറാപ്പി കൊണ്ട് മാറിയില്ല എന്നാണ് പറയുന്നത്. യൂറിൻ തെറാപ്പിയും പരീക്ഷിച്ചു, പക്ഷെ അതുകൊണ്ട് മാറിയില്ല. ഞാനൊരു ഒരു തോർത്ത് കൊണ്ട് യൂറിന്ന് മുക്കിയിട്ട് അമ്മയ്ക്ക് ആ ഭാഗത്ത് ചൊറിച്ചിൽ വന്ന ഭാഗത്ത് കൊണ്ട് വെക്കുകയും ചെയ്തു. വെക്കി വെച്ച് കൊടുത്ത് പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ചൊറിച്ചലിന് കുറെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പുസ്തകത്തിൽ ഞാന് അങ്ങനെയല്ല സാറേ എഴുതിയിരുന്നത്, മാറ്റം വന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ അവരെന്നെ എഡിറ്റ് ചെയ്തോ അതോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ 2ാം എഡിഷനിലേക്ക് ഞാനത് മാറ്റി എന്റെ പേശമൊക്കെ മാറ്റിയിട്ട് എഴുതുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ അമ്മയുടെ അനുഭവം മാത്രമല്ല, എനിക്കും ഇപ്പൊ കുറച്ചു കാലമായിട്ട് കുറച്ച് ഈ ഇതിനെപ്പറ്റിയൊക്കെ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ അന്വേഷിച്ച് പഠിച്ചപ്പോ ചിലരുടെ അനുഭവങ്ങളും കൂടെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ ഒരു നട്ടലിന്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 6 മാസമായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു പൊതുപ്രവർത്തക കൂടിയാണ്, വീട്ടിലങ്ങനെ റെസ്റ്റ് എടുക്കാറില്ല. ഞാനിപ്പോ ഒരു 2-3 മാസമായിട്ട് സാറിനെ കണ്ടതിന് ശേഷം KKN ഗ്രൂപ്പിന്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങള് കാണുകയും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്തപ്പോ എനിക്ക് എന്റെ കാലിന്റെ മുട്ടിന് വേദനയുള്ള ഭാഗത്ത് ഞാനിത് തുണിയിൽ മുക്കിയിട്ട് യൂറിൻ 10 നേരം അങ്ങനെ വെച്ചപ്പോ എനിക്ക് കുറച്ച് നാളായിട്ട് ഇതിന് വേദനയ്ക്കൊരു ശമനം, എന്റെ സ്വന്തം അനുഭവമാണ്. അപ്പൊ എനിക്ക് വേദനയ്ക്ക് നല്ലൊരു മാറ്റം വന്നതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അനുഭവം കൂടിയാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇപ്പൊ ക്യാൻസറാണ്, ലാസ്റ്റ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അവരെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് സാറിനോട്. ഇത് ഇയ്യങ്കോട് രാജലക്ഷ്മി ടീച്ചറാണ് നമ്മളോട് സംസാരിച്ചത്. ഇയ്യങ്കോട് ശ്രീധരൻ കലാമണ്ഡലം ചെയർമാനൊക്കെ ആയിരുന്ന ഇയ്യങ്കോട് ശ്രീധരൻ്റെ എഴുത്തുകാരനൊക്കെയായ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഇഷ്ടമല്ല, ഈ പുസ്തകം കാണിച്ചിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അമ്മയുടെ രോഗം മാറി എന്ന് പറഞ്ഞിട്ട് പോലും ഈ യൂറിൻ തെറാപ്പിയെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് രാജലക്ഷ്മി ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന അവരുടെ അവസാനത്തെ പുസ്തകത്തിൽ നനവൂറ് നിലവുകളിൽ ഇതിങ്ങനെ രോഗം യൂറിൻ തെറാപ്പി ചെയ്തിട്ടും മാറിയില്ല എന്ന് എഴുതിയത് കണ്ടു. അതാണ് ഞാൻ ചോദിച്ചത്. അത് ഇയ്യങ്കോട് ശ്രീധരൻ്റെ ഒരു ആശംസ അതിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എഴുതി കൊടുത്ത സമയത്ത് അതിലെന്തെങ്കിലും മാറ്റം ടീച്ചർ അറിയാതെ വരുത്തിയതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർ പറഞ്ഞത് ഞാൻ അത് ശരിയായ രൂപത്തിൽ തന്നെ രോഗം മാറി എന്നുള്ള തലത്തിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. യൂറിൻ തെറാപ്പിയിലൂടെ തന്നെയാണ് രോഗം മാറിയത് എന്ന് തന്നെയാണ് എഴുതിയത്. അതെന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കും ഇപ്പോൾ സംശയമാണെന്നാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ശരി, ടീച്ചറുടെ ഈ അനുഭവം, സ്വന്തം അനുഭവം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് അനുഭവം പറയാൻ തയ്യാറായ ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.